Okay. First question 16.3. Actually our first question ശരിയല്ല എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. Okay. Question number 1. Which of the following which of the following cannot be which of the following cannot be valid assignment of probabilities? Valid assignment of probabilities for outcomes of the sample space, for the outcomes of the sample space, S equal to set omega 1, omega 2, etc. omega 7. Omega 3, omega 4 and then omega 7. First question. അപ്പോൾ അതിൽ ABCD അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 ക്വസ്റ്റ്യൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടെ അസൈൻമെന്റ് എന്ന് എഴുതാം. എന്നിട്ട് omega 1, omega 2, omega 3, omega 4, omega 5, omega 6, omega 7. ഇനി ഓരോ ക്വസ്റ്റ്യനും ആയിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ. ഒമേഗ 1 ഒമേഗ 2ന്റെ പ്രോബബിലിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. 0.1 0.01 0.05 0.01 0.05 0.03 0.01 0.01 0.2 0.6 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അത് വാലിഡ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഈ പ്രോബബിലിറ്റീസ് വാലിഡ് ആണോ? അപ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ ഈ നമ്പേഴ്സിൽ നോക്കുമ്പോൾ വലിയ പ്രോബ്ലം തോന്നുന്നില്ല. നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നുമല്ല. ഈച്ച് നമ്പർ ഈസ് ഇൻ ബിറ്റ്വീൻ 0 1 അതൊക്കെ ഓക്കെയാണ്. പിന്നെ വേറൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താ അത്? പോയിന്റ്സിന്റെ പ്രോബബിലിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. 1 തന്നെ കിട്ടണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഈ 7 പോയിന്റ്സിന്റെ പ്രോബബിലിറ്റി. ചെയ്ത് നോക്കിയോ? എത്രയാണ് വരുന്നത് സമ്മേഷൻ? കിട്ടുന്നുണ്ട്. സമ്മേഷൻ പി ഐ ആണ് നമ്മൾ നോക്കിയത്. സമ്മേഷൻ പി ഐ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ഈച്ച് പി ഐ ഇസ് ഇൻ ബിറ്റ്വീൻ 0 and 1. നമുക്ക് കിട്ടിയത് ഇപ്പോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഐ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് സമ്മേഷൻ പി ഐ ഇസ് 1. സോ ഇറ്റ് ഇസ് വാലിഡ്. വാലിഡ് ആണ്. ഇറ്റ് ഇസ് എ വാലിഡ് അസൈൻമെന്റ്. Next, B question B. 1/7 1/7 എല്ലാ വാല്യൂസ്. ക്വസ്റ്റ്യൻ ബി എല്ലാം 1/7 ആണ് വാല്യൂസ്. പറയൂ, വാലിഡ് ആണോ? രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. രണ്ടും ചെക്ക് ചെയ്തിട്ട് പറയൂ. എന്തൊക്കെ രണ്ട് കാര്യം? ഒന്ന് ഇൻ ബിറ്റ്വീൻ 0 and 1 ആണോ? സെക്കൻഡ് വൺ സമ്മേഷൻ സം ചെയ്താൽ 1 ആണോ? ഇത് രണ്ടുമാണ് നോക്കേണ്ടത്. എന്ത് പറയുന്നു? വാലിഡ് ആണ് ടീച്ചർ. വാലിഡ് ആണ്. വാലിഡ്. ഇറ്റ് ഈസ് വാലിഡ്. അപ്പൊ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നെഗറ്റീവ് വാല്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സമ്മൊന്നും കാണേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും വാല്യൂ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. പിന്നെ നമ്മൾ സമ്മേഷനിലേക്ക് പോകണ്ട. അപ്പൊ സമ്മേഷനിലേക്ക് എപ്പോഴാ പോവാ? 0 and 1 ഇടയ്ക്ക് വാല്യൂസ് ഒക്കെ വന്നാൽ അത് കണ്ടീഷൻ ഓക്കെ ആവുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനായ സമ്മേഷൻ ഓഫ് പി ഐ 1 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതിൽ ബാക്കി
CDE ഒക്കെ നമ്മൾ ചെയ്തു. എക്സസൈസ് 16.3 ആണ്. 16.3 ക്വസ്റ്റ്യൻ നമ്പർ 1 രണ്ടെണ്ണം നമ്മൾ ചെയ്തു, ബാക്കി ഇനി 3 നിങ്ങൾ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 2, എ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. ക്വസ്റ്റ്യൻ 2, എ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. What is the probability that at least one tail occurs? What is the probability that at least one tail occurs? അപ്പോൾ ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്യുന്നു, ഒരു തവണയെങ്കിലും ടെയിൽ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്ത്, എപ്പോഴും ഇങ്ങനെ റാൻഡം എക്സ്പെരിമെന്റ്സ് തരുമ്പോൾ ആ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതി നോക്കാം. അത് എഴുതിയതിനു ശേഷം അതിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇവന്റ്സിലേക്ക് വേണ്ട പോയിന്റ്സ് അതിൽ നിന്ന് എടുക്കുക. അതാണ് ഒരു രീതി. അപ്പോൾ 2 തവണയാണ് കോയിൻ ടോസ് ചെയ്യണത്. 2 തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് ഇങ്ങനെ വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന, കോയിൻ എടുത്ത് ഒരു തവണ ടോസ് ചെയ്തു, നമ്മൾ നോട്ട് ചെയ്തു ഹെഡാണോ വീണത് എന്ന് നോക്കി, എന്നിട്ട് സെക്കൻഡ് ടൈം ടോസ് ചെയ്തു, അപ്പൊ എന്ത് വീഴുന്നു നോക്കി. അപ്പോ ഈ നമ്മൾ കാണുന്ന എല്ലാ പോസിബിൾ പോയിന്റ്സും കൂടിയാൽ സാമ്പിൾ പോയിന്റ്സ് ആയി. 2 തവണ ആയതുകൊണ്ട് ആദ്യത്തെ തവണ ഹെഡ് കണ്ടു, പിന്നെ സെക്കൻഡ് ടോസിൽ ടെയിൽ കണ്ടു എന്ന് വിചാരിച്ചോളൂ. അത് രണ്ടും ചേർന്നതാണ് ഒരു പോയിന്റ്. അപ്പൊ അങ്ങനെ HH ഇങ്ങനെ വരാം. പോസിബിൾ കേസസ് എല്ലാം എഴുതിയാൽ സാമ്പിൾ സ്പേസ് ആയി. HH, HT. HH എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടോസിലും സെക്കൻഡ് ടോസിലും ഹെഡ് കണ്ടു. ഇത് ഫസ്റ്റ് ഹെഡ്, ദെൻ ടെയിൽ, ദെൻ ഹെഡ്, ബോത്ത് ടെയിൽ. ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറം കേസസ് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇതാണ് 4 രീതിയിൽ വരാം. അപ്പോൾ സാമ്പിൾ സ്പേസിൽ ടോട്ടൽ പോയിന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത്. ആ 4 പോയിന്റ്സ് വെച്ചുള്ള സെറ്റ്, അതാണ് സാമ്പിൾ സ്പേസ്. ഇനി നമുക്ക് വേണ്ട ഇവന്റിലേക്കുള്ള നമുക്ക് വേണ്ട ഇവന്റിനെ എപ്പോഴും നമുക്ക് അങ്ങ് എ എന്ന് വിളിക്കാം. അപ്പോ ആ ഫോർമുല ഇല്ലേ, P(a) N(a) (s) ഒക്കെ അങ്ങനെ എടുത്ത് അങ്ങോട്ട് യൂസ് ചെയ്യാലോ. അപ്പോ എ ആണെന്ന് വിചാരിക്കും. എ എന്ന ഇവന്റ് എന്താന്ന് പറഞ്ഞിരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് 1 ടെയിൽ ഒക്കെ, മിനിമം ഒരു ടെയിലെങ്കിലും വീഴുന്ന ഇവന്റ്. അപ്പോൾ ഇവിടെ ഒരു ടെയില്, ഇവിടെ ഒരു ടെയില്, ഇവിടെ 2 ടെയില്. മിനിമം 1 എന്ന് പറഞ്ഞാൽ 1ഓ 2ഓ ആവാം. അപ്പോൾ HT, TH, TT ഇത് 3ആണ് നമ്മുടെ ഇവന്റിലേക്ക് വരുന്ന പോയിന്റ്സ്. ഇനി പ്രോബബിലിറ്റി കാണാം. P(a) is N(a)/N(s). സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N(a) 1 2 3 ഡിവൈഡ് ബൈ N(s) 1 2 3 4. So probability is 3/4. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആയോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്ലിയർ ആയി ടീച്ചർ. ക്ലിയർ ആയി മാം. എന്നാ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A die is thrown. Question 3 ആണ്. A die is thrown. Find the probability of following events. Find the probability of following events. Question 1. A prime number will appear. നമുക്ക് അതിലെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യം എഴുതി വെക്കാം കേട്ടോ. 5 ക്വസ്റ്റ്യൻ ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രൈം നമ്പർ വിൽ അപ്പിയർ. Prime number will appear. Second question, a number greater than or equal to 3 will appear. Question 2, a number
greater than or equal to 3 will appear. Question 3. A number less than or equal to 1 will appear. Less than or equal to 1 will appear. Question 4. A number more than 6 will appear. A number more than 6 will appear. Question 5. A number less than 6 will appear. A number less than 6 will appear. Question ആണ്. ആദ്യം റാൻഡം എക്സ്പെരിമെന്റ് എന്താ നോക്കണം. എ ഡൈ ഈസ് ത്രോൺ, ഒരു ഡൈ ത്രോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ എന്താ, സാമ്പിൾ സ്പേസ് എന്ന് എഴുതാം. യെസ്, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്ന് വെച്ചാൽ 1 to 6 വരെ ഏത് ഫേസ് വേണമെങ്കിലും വീഴാം. സോ സാമ്പിൾ സ്പേസ് ഈസ് 1 2 3 4 5 6. ദിസ് ഈസ് ദി സാമ്പിൾ സ്പേസ്. ഇനി ഈ സാമ്പിൾ സ്പേസിൽ നിന്ന് നമുക്ക് വേണ്ട ഓരോ ഇവന്റും ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നേ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഏതാണ്, സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഇവന്റ് ഇതാ, അങ്ങനെ ഓരോന്നിലേക്ക് വേണ്ട പോയിന്റ്സ് ഇതിന്ന് അങ്ങ് മാറ്റിയാൽ മതി, എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പൊ അതിന്റെ എന്താ നോക്കുക. ഇവന്റ് എ പ്രൈം നമ്പർ വിൽ അപ്പിയർ. അപ്പൊ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ പ്രൈം ഫേസിൽ ഏതൊക്കെയാ, 2 3 5. അപ്പൊ എ എന്ന സെറ്റ് 2 3 5. അപ്പൊ എന്താ എ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എയുടെ പ്രോബബിലിറ്റി കാണാൻ ഈസി അല്ലേ. പി ഓഫ് എ ഇസ് n of a by n of s, that is equal to എവിടെ നോക്കുക, 1 2 3 divided by s ലെ 6 points ആ ഉള്ളത്. So that probability is 1/2. Clear ആണോ? മനസ്സിലാവുന്നില്ലേ? Yes, ma'am. Yes, ma'am. Yes, ma'am. ഇനി അടുത്ത എ നോക്കുക. നമ്മളിപ്പോ ഓരോന്നിനെ എ എന്ന് തന്നെ വിളിച്ചു പോവാം, പ്രോബ്ലം ഒന്നുമില്ല. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ എ ആണ്, സെക്കൻഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എ ഇവന്റ് ഫേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, 3 അതിൽ കൂടുതലോ വീഴുന്ന കേസ് എന്ന് പറഞ്ഞാൽ എ എന്നത് 3 4 5 6. Then find the probability. P of A is n of A by n of S. Substitute ചെയ്യാം. 4 by 6, 2 by 3. Third question. Face less than or equal to 1. അപ്പോൾ ഡൈയില് ലെസ് ദാൻ 1 ആയിട്ട് ഒരു ഫേസ് ഇല്ല, അപ്പോൾ ഈക്വൽ ടു 1 ഉള്ളൂ. സോ എ ഈസ് ഈക്വൽ ടു 1, സെറ്റ് 1, സെറ്റ് 1. സോ ഇസ് പ്രോബബിലിറ്റി പി ഓഫ് എ ഈസ് n of a by n of s, that is 1 divided by 6. Next question, more than 6. 6 കൂടുതൽ ഉള്ള ഫേസ്, 6 കൂടുതലുള്ള ഫേസ് ഒന്നുമില്ല. സോ എ ഇസ് 5. Then P of A is n of A, n of S എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. This is 0. എഴുതാണെങ്കിൽ n of A 0 ആണ്, 0 by 6 എന്നാണ് വരിക. That is equal to 0. Next, less than 6, face less than 6. So 6 ൽ താഴെയുള്ള ഫേസ് 1 2 3 4 5. Its probability P of A is n of A by n of S, that is equal to 5 by 6.
അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്, ഒക്കെ ശരി. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ ഇവിടെ <6 ആണോ, >= ഉണ്ടോ, <1 ആണോ, = ഉണ്ടോ, അതൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. കഴിഞ്ഞ പറയൂ. കഴിഞ്ഞു ടീച്ചർ. Next, question number 4. Fourth question. A card is selected from a pack of 52 cards. A card is selected from a pack of 52 cards. Question 1. How many points are there in the sample space? First question. How many points are there in the sample space? Question B. Calculate the probability that the card is an ace of spade. Card is an ace of spade. Question C. Calculate the probability that the card is അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. Card is, first question, an ace. Card is an ace. Second question, black card. Question 2, black card. മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. First question, a card is selected from a pack of 52 cards. അതാണ് ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെന്റ്. 52 ആണല്ലോ ഒരു പാക്കറ്റ് കാർഡിൽ വരിക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതില് ജോക്കേഴ്സ് ഒന്നും നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല, അല്ലാത്ത കാർഡാണ് 52. അതിൽ നിന്നാണ് ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എത്ര സാമ്പിൾ പോയിന്റ്സ് ഉണ്ടാവും, എത്ര കാർഡ് ഉണ്ടോ അത്രയും സാമ്പിൾ പോയിന്റ്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, how many points are there in the sample space? It is 52. First question answer 52. Second, calculate the probability that card is an ace of spade. അത് ഡ്രോ ചെയ്യുന്നത് ഒരു സ്പേഡ് ഏസ് ആവാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഒരു ഡെക്കില് 4 ഏസ് ആണ് ഉണ്ടാവുക. ആ നാല് പിന്നെ സൈൻ ഉള്ളതാണ്. ഒന്ന് ഡയമണ്ട്, ഒന്ന് ഹേർട്ട്, ഒന്ന് സ്പേഡ്, ഒന്ന് ക്ലബ്, അങ്ങനെ 4 ഏസ് ആണല്ലോ ഉണ്ടാവുക. അപ്പോ സ്പേഡ് ഏസ് ഒന്നേ ഉണ്ടാവുള്ളൂ ഒരു പാക്കില്. അപ്പോ ആ സ്പേഡ് ഏസ് എന്ന് പറഞ്ഞാൽ 1. അപ്പൊ നമ്മുടെ ഇവിടുത്തെ n of a എന്ന് പറഞ്ഞാൽ 1. n of s is 52. So probability of a spade ace, it is 1/52. നമ്മുടെ ആ പ്രത്യേക പർട്ടിക്കുലർ ഇവന്റിലെ നമ്പർ ഓഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 1 മീൻസ് ഒരു സ്പേഡ് ഏസ്, അതാണ് ഈ 1 ഡിവൈഡഡ് ബൈ n of s, that is 52. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ 1/52. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് ടീച്ചർ. ഓക്കെ, എന്നാ നമുക്ക് തേർഡിലേക്ക് വരാം. ക്വസ്റ്റ്യൻ സി.
calculate the probability that the card is an ace. ആ കാർഡ് ഏസ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ്, ആ എടുക്കുന്ന ഒരു കാർഡ് ഏസ് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നോക്കേണ്ടത് ഒരു പാക്കറ്റിൽ എത്ര ഏസ് ഉണ്ടോ അതാണ് നമ്മുടെ ഈവന്റ് എ എന്ന് പറയുന്നതിൽ പോയിന്റ്സ്. അപ്പോൾ എത്ര ഏസ് ഉണ്ടാവും? 4 ഏസ് അല്ലേ? ഒരു പാക്കറ്റിൽ 4 ഏസ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ n(a)/n(s) എന്നൊക്കെ അങ്ങനെ ഇവിടെ എഴുതേണ്ട കാര്യമില്ല, കാരണം നമ്മൾ സെറ്റ് ആയിട്ട് എഴുതുന്നില്ലല്ലോ, അതുകൊണ്ട്. So this probability is probability of an ace, that is equal to 4 divided by 52. n(s) 4 ആണ്, n(s) 52 ആണ്. ഒന്ന് അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 1/13. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് what is the probability of a black card എന്നാണ്. അപ്പൊ നോക്കണം, ഒരു പാക്കറ്റില് 26 റെഡും 26 ബ്ലാക്കും ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ n(a)/n(s) എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അല്ലേ? എത്ര ആണ്? 26. n(s) എത്ര? 52. that is equal to 1/2. അല്ലെങ്കിൽ നോർമൽ കേസിൽ പകുതി ബ്ലാക്ക് ആണ്. so that probability is 1/2 എന്ന് ഡയറക്റ്റ് എഴുതാം. കഴിഞ്ഞാൽ പറയൂ. കഴിഞ്ഞു ടീച്ചർ. Next, a fair coin with one marked on one face, and 6 on the other. അതായത് കോയിൽ ഹെഡ് ടെയിൽ എന്നല്ല, ഒരു സൈഡ് 1 എന്നും മറുവശത്ത് 6 എന്നുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 6 on the other and a fair die are both toast. Find the probability that the sum of numbers that turn up is question 1 3, question 2 12. So find the probability that sum of the numbers that turn up is 3. That is the first question. Second question, find the probability that sum is 12. ആദ്യം എന്താണ് ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് നോക്കണം. എ ഫെയർ കോയിൻ ആൻഡ് എ ഫെയർ ഡൈ. ഒരു കോയിൻ ഒരു ഡൈ ആണ് ടോസ് ചെയ്യുന്നത്. പക്ഷെ കോയിന്റെ പ്രത്യേകത ഹെഡ് ടെയിൽ അല്ല, ഒരു വശത്ത് 1 ആണ്, മറുവശത്ത് 6 ആണ്. അപ്പൊ ഇതാണ്. അപ്പൊ നമുക്ക് ആദ്യം ആ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതി നോക്കാം. അപ്പൊ ഇങ്ങനെ അറ്റ് എ ടൈം കോയിൻ ആൻഡ് ഡൈ. അപ്പോൾ അറ്റ് എ ടൈം രണ്ടിലും വീഴുന്ന ഫേസ് ഒരു പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. S is equal to, അപ്പോൾ നോക്കുക, കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ 1 വീഴാം അല്ലെങ്കിൽ 6 വീഴാം. അപ്പോൾ 1 ആണ് കോയിനിൽ വരുന്നതെങ്കിൽ ഇനി ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 to 6 വരെ ഫേസസ് വരാം. അപ്പോൾ ഈ കോയിന്റെ 1നോട് കൂടി നമുക്ക് ഡൈയുടെ 6 ഫേസസ് ആയിട്ട്, അതായത് കോയിന്റെ 1 ഡൈയുടെ 1, കോയിന്റെ 1 ഡൈയുടെ 2 ഫേസ്, കോയിന്റെ 1ന്റെ കൂടെ 3, അങ്ങനെ 6 വരെ വീഴാം. അല്ലെങ്കിൽ കോയിന്റെ നെക്സ്റ്റ് ഫേസ് 6 ആണ്, ആ 6നോടൊപ്പവും ഡൈയുടെ 1 or 2 up to 6 വരെ വീഴാം. ഇത്രയാണ് ചാൻസ്. ആ ചാൻസ് ഉള്ള മുഴുവനാണ് സാമ്പിൾ പോയിന്റ്സ് ആയിട്ട് വരിക. അപ്പൊ നമുക്ക് 1 1 1 2
ഫസ്റ്റത്തെ 1 എന്ന് പറയുന്നത് കോയിന്റെ, സെക്കൻഡ് നമ്മൾ എഴുതുന്നൊക്കെ ഡൈയുടെ ഫേസസ് 1 3 1 4 1 5 1 6. ഇനി കോയിനിൽ 6 വീഴുമ്പോൾ ഇതേപോലെ തന്നെ ഡൈയിലെ ചാൻസ് 1 2 3 up to 6 6 1 6 2 6 3 6 4 6 5 6 6. ഇതാണ് സാമ്പിൾ സ്പേസ് ഈ എക്സ്പെരിമെന്റിന്റെ. സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ എല്ലാ പോസിബിൾ പോയിന്റ്സും അതിനകത്ത് വരണം നമുക്ക്. അപ്പൊ നമ്മളത് എങ്ങനെ ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ രണ്ടെണ്ണമാണ്, നമ്മൾ രണ്ട് കയ്യിലും പിടിച്ച് ഒരു കയ്യിൽ കോയിൻ ടോസ് ചെയ്തു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ 1 ആണ് വീഴുന്നതെങ്കിൽ ഈ ഡൈ ടോസ് ചെയ്യുമ്പോഴുള്ള പോസിബിൾ കേസസ് എല്ലാം നോക്കി അതൊരു ഓർഡറിൽ അങ്ങനെയാണ് എഴുതുന്നത്. കോയിനിൽ 1 വീണാൽ രണ്ടാമത്തെ ഇവന്റ് ആയിട്ട്, അതായത് ഡൈയില് 1 to 6 വരെ വീഴാം. കോയിനിൽ 6 വീണാൽ ഡൈയിൽ അഗൈൻ 1 to 6 വരെ വരാം. ഇങ്ങനെയാണ് പോയിന്റ്സ് എഴുതുന്നത്. സാമ്പിൾ സ്പേസ് ഓക്കെ ആണോ? ഓക്കെ ആണ് ടീച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സം 3 ആണ്. അതിൽ സം 3 ആയിട്ടുള്ളതൊക്കെ നമുക്ക് എടുക്കാം. സം 3 ആയിട്ടുള്ള പോയിന്റ് ഏതാണ് ഉള്ളത് നോക്കൂ. 1 ഇത് രണ്ടും ആഡ് ചെയ്തല്ലേ 3 വരുന്നത്, ബാക്കിയൊന്നും വരുന്നില്ല. അപ്പം എ എഴുതാം. എ എന്ന നമ്മുടെ ഇവന്റ് 1 2, ഈ ഒരു 1 2 മാത്രമേ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടുള്ളൂ, 3 വരുള്ളൂ. So its probability P of A, N of A by N of S, that is equal to 1 divided by total points നോക്കൂ. 6 plus 6 12. N of S, S ലെ total points 12 1. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സം 12 1. സം 12 വരുന്ന കേസ് ഈ 6 6 മാത്രമാണ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് 12 കിട്ടുന്നുള്ളൂ. അപ്പോൾ സെക്കൻഡ് എയില്, രണ്ടാമത്തെ നമ്മുടെ എയിൽ വരുന്നത് 6 6 ആണ്, ഈ ഒരു പോയിന്റ് മാത്രം. P of A is equal to N of A by N of S, that is equal to 1 by 12. കഴിഞ്ഞ പറയൂ. കഴിഞ്ഞോ? കഴിഞ്ഞു ടീച്ചർ. ആ, next, sixth question. There are 4 men and 6 women. There are 4 men and 6 women on the city council. On the city council. If one council member is selected, if one council member is selected for a committee, at random, comma, how likely is it that it is a woman? How likely is it that it is a woman? അപ്പോൾ ഇവിടെ എത്ര
6+4 ഒരു 10 മെമ്പേഴ്സ് ഉള്ള ഒരു കൗൺസിലാണ്. അതിൽ നിന്ന് ഒരു മെമ്പറിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ മെമ്പർ വുമൺ ആവാനുള്ള പ്രോബബിലിറ്റി എന്താ, ഹൗ ലൈക്ലി മീൻസ് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ വുമൺ. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഇവിടുത്തെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ സെലക്ടിങ് എ പേഴ്സൺ ഫ്രം 4 men and 6 women. ഇതാണ് ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെന്റ്. അപ്പൊ നമുക്ക് എൻ ഓഫ് എസില് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. ടോട്ടൽ എത്ര പേര് വരുന്നു നോക്കൂ, 10 പേരാണ്. ഈ 10 പേരിൽ നിന്ന് ഒരാളെ എത്ര രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പോയിന്റ്സ് എസിൽ വരും. അത് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? 10 പേരിൽ നിന്ന് ഒരാളെ നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? ഒന്ന് വേഗം ആലോചിച്ച് പറയൂ. അപ്പൊ യെസ് എന്ന് പറഞ്ഞാല് സെലക്ടിങ് 1 person ഫ്രം 10. അതാണ്. ഒന്ന് പറഞ്ഞേ, എൻ ഓഫ് എസ്. ആർക്കും പറയാൻ പറ്റുന്നില്ലേ? 10 പേരിൽ നിന്ന് ഒരാളെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് സെലക്ഷൻ. നമ്പർ ഓഫ് സെലക്ഷൻ 10. Number of selection, number of combination, not permutation. ഇനിയും വന്നില്ലേ? ഞാൻ വെറുതെ വെയിറ്റ് ചെയ്യാണല്ലേ. It is 10C1. ഇത്രയും രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം 10 പേരിൽ നിന്ന് ഒരാളെ. വല്ലതും ഓർമ്മ വരുന്നുണ്ടോ? ഇല്ലേ? കോമ്പിനേഷൻ ഒക്കെ മറന്നോ? മിണ്ടുന്നില്ല ആരും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഹൗ ലൈക്ലി ഇസ് ഇറ്റ് ഇസ് എ വുമൺ. അതൊരു ലേഡി വുമൺ ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇനി എന്തായിരിക്കും എൻ ഓഫ് എ എന്നാണ് നോക്കുന്നത്. അപ്പോ ആ സെലക്ട് ചെയ്യുന്ന വുമൺ ആവണമെങ്കിൽ ടോട്ടൽ എത്ര വുമൺ ഉണ്ട് നോക്കൂ, 6 പേരുണ്ട്. അപ്പോ എ എന്ന ഇവന്റ് സെലക്ടിങ് എ വുമൺ. സോ ഇറ്റ്സ് നമ്പർ ഇസ് ഈക്വൽ ടു, ഇത് പറയാമോ? ഒരു വുമണെ ഈ 6 പേരിൽ നിന്ന് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? ഇനി അതും പറയാൻ പറ്റുന്നില്ലേ? 6C1. 6C1. So, probability of selecting a woman equal to n of a by n of s. P of a another n of a by n of s, that is equal to 6C1 by 10C1. എങ്ങനെയാണ് 6C1 നമ്മൾ കണ്ടിരുന്നത്? 6/1 ഓർമ്മയില്ലേ? 10C1 10, so that is equal to 3/5. ഇതില് ഒരു മിനിറ്റ് ടോട്ടൽ പോയിന്റ്സ്
കഴിഞ്ഞു ടീച്ചർ. കഴിഞ്ഞു അല്ലെ? അപ്പൊ ഈ കേസിൽ ഇപ്പം നിങ്ങൾ ചോദിക്കോ ഇതിപ്പോ ഒരാളെ ആക്ച്വലി ടെൻസീവാണ് ഡിസ്റ്റന്റ് അങ്ങനെ എടുത്താൽ പോരെ. പക്ഷേ ഈ കേസ് തന്നെ ഇപ്പൊ നോക്കൂ, ഒരു 2 പേരെയാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇതേ കോമ്പിനേഷൻ, ഇതിപ്പം ഇവിടെ ഡയറക്റ്റ് ഇങ്ങനെ 6/10 എന്ന ഇതിൽ ഇവിടെ വലിയ പ്രോബ്ലം വരില്ല. പക്ഷേ നിങ്ങൾക്ക് ആ കോമ്പിനേഷന്റെ ഒരു ഐഡിയ മനസ്സിൽ വന്നു കഴിഞ്ഞാല് ഇപ്പൊ 2 പേരെ ആയിരുന്നെങ്കിൽ, ഇത് സിമ്പിൾ ആണ്, സിമ്പിൾ കേസ് ആണ്. 2 വരുന്ന കേസിലൊക്കെ നമുക്ക് ഈ കോമ്പിനേഷൻ തന്നെ യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് കോമ്പിനേഷൻ യൂസ് ചെയ്ത് തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. ഓക്കെ, സെലക്ഷൻ എന്നുള്ള ഒരു ഐഡിയ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ടീച്ചർ. Thank you, teacher. ഹാവ് എ നൈസ് ഡേ. Thank you, ma'am. വെൽക്കം.